ये क्या है? इसका नाम नमकीन रूबिका है। नमकीन रूबिका। आपका नाम? मेरा नाम ममता। ममता कुलकर्णी? नहीं, थोड़ा देगा ना? ये हम अपनी दुकान लेके जा रहे हैं। मेरे को दे दो। दे दो। कितना पैसा है? 2 रुपया। हाँ। घर किधर है तुम्हारे पास? पैसा नहीं है मेरे पास अभी। 2 रुपया दे दो। अभी पर्स नहीं। है ना भाषण है। ओके। आपको चाहिए ये? खाओ। नहीं। खाओ। खाओ यार। ये अच्छा है। ये कैसे बनाया? इसको हमने प्यार से बनाते हैं। प्यार से? हाँ, इसको धूप में सुखा के, हाँ। मसाला छिड़क के, हाँ। उसमें रस मिला के इसको बहुत प्यार से बनाते हैं। अच्छा अच्छा ठीक। लेकिन पैसा नहीं है मेरे पास। हाँ? नेक्स्ट टाइम देगा? ओके। आपका पास कड़म पदबुक है ना? ओके जाओ, मैं नेक्स्ट टाइम देगा। हाँ। तो जाऊं? हाँ जाओ। ठीक है। ओके। സ്ഥലം വേണമെങ്കിൽ നീ കുറച്ച് മേടിച്ചോട്ടെ. അത്രയ്ക്ക് വീഡിയോ എടുക്കുന്നുണ്ട് ഇവിടെ. ഒരു കാര്യമില്ല. അത് പോയിന്റ് കുറച്ച് ഓവറാ. വീടൊക്കെ വെച്ച് ഫ്രഷ് ആണ്. അയ്യേ അയ്യെന്നാ ഭയങ്കര ഡിമാൻഡാണ് മാനിപ്പോ ഇവിടെ. ആൾക്കാർ ഇതിപ്പോ കണ്ട് എടുത്തോണ്ട് വന്നോക്കോ. അല്ലേ എന്നോട് ഇപ്പൊ കേട്ട് പോണ പിന്നെ വിൽക്കാനായിരിക്കില്ലല്ലോ കാട്ടില്. ഭയങ്കര ചൂട്. കുളിക്കാൻ പോയാലോ? അതെ, നീ ഞാൻ കുളിക്കാൻ നിക്കണ്ട കേട്ടോ. ചൂടെടുത്തിട്ടടി 2 ദിവസമായിട്ട് കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്നാ നീ വാ, നമുക്ക് കുളിക്കാം. ആ, ഞാൻ അല്ലെങ്കിലും വരും. വാ, നടക്ക്, കുളിക്കണ്ടേ? നീ വരണോ? അടിപൊളി സ്ഥലല്ലേ? ശരിക്കും ചിക്കനും പൊരിക്കാം. ചെറിയൊരു വഴിയെന്നേ പോരാ. ഇതെങ്ങോട്ട് ഓർഡർ? ഡാ, क्या बोलती तू? क्या मैं बोलूं? എടാ ജോബ് പണി തുടങ്ങിയടാ. എടാ ഞാൻ വരുന്നതിന് മുമ്പ് അവൻ കയറി പരിപാടി തുടങ്ങിയടാ. ചെല്ല അവന് കമ്പനി കൊടുക്ക്. ഇനിയിപ്പോ ഞാൻ എന്തിനാ ഇറങ്ങണ? ചെല്ലി ഞാൻ എപ്പോഴാ എത്തി ഇവിടെ? പോ. അവന്റെ ഒരു ഭാഗ്യം. എന്ത് പരിപാടി എന്നെ കൊണ്ടോ? അതെന്തോ ആ തലക്കേണ്ട അവരുടെ അവർക്ക് കൊടുക്ക്. ഹായ്, ഹലോ. കുളി മുടക്കിയപ്പോ നിനക്ക് സമാധാനമല്ലോ. ആ സോപ്പിട്ടില്ലാണ്. സോപ്പട്ടി അവരെ ഞാൻ കൊടുത്തോളാം. തണുക്കുന്നിടാ. അത്ര കണുപ്പുണ്ടോ? ഇതെവിടെ പോണു? എവിടെ പോണു? എനിക്ക് കുറച്ച് പരിപാടി എന്ത് പരിപാടി? No. പരിപാടി ഇല്ല. എടാ, വെള്ളടിക്കണോ? എടാ, തണുപ്പ് മാറ്റണ്ടേ? പരിപാടിക്ക് വരട്ടെ. അതാ നടക്കുന്നത്. ഞാൻ പോട്ടെ. എടാ പറഞ്ഞു കൊടുക്കടാ. ഓ എടാ വന്നേടി. റം ഏതാ വിസ്കി ഏതാന്ന് അറിയാൻ പാടില്ലാത്തവരാ ഇവന്മാര്. മലയാളിക്ക് അപമാനമുള്ള ദൈവമേ. വിസ്കി ഇവന്മാർ അടിക്കേണ്ട കാര്യമില്ല. അയ്യോ, നിങ്ങൾ കയറണില്ലല്ലോ. പോകുമ്പോ കൊണ്ടുപോവാം. 6 അടിച്ചപ്പോഴേക്കും ഫിറ്റായില്ല. ഇവിടെയുള്ള ആൾക്കാരൊക്കെ പകലാണ് വെള്ളോടി. അതെന്താ അവർക്ക് പണിക്ക് പോണ്ടേ? അതാണ് മെയിൻ പണി. കുടിച്ചോ, ഊതി കുടിച്ചോ. ആൾക്കാർ കട്ടൻ ചായ എന്ന് കരുതിക്കോട്ടെ. अरे शाम, ये पीने के लिए तुम लोग इधर आया क्या? ये लो, ये तो ज्यादा मजा आएगा. ബ്രോ, ഗോഡ് ബ്ലസ് യു ബ്രോ. പ്രേമലേഖനം ഉണ്ടോ? ഡാ, അത് കൊള്ളാം. ബൈ ബൈ. അപ്പൊ ഊപ്പർ പോയിട്ടോ? नहीं शाम, हम लोग इधर ऐसे ही बैठता है. ഊതി കുടിക്കട്ടാ. ഞാനും കൂടെ നോക്കടാ. ഒരു പഫാടാ. അതെ, ഒരു പെയിന്റ് കാണിച്ചു തരാം. ഇതെങ്ങനെയുണ്ട്? ഇവളെന്താടാ വാങ്ങിച്ചത്? Amazing. 2 ബുൾസ് അടിച്ചു വെച്ചോണ്ട് ഇങ്ങനെ കാണിച്ച്. പച്ചമുളക് അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഒരു കല്ല് ചൂടായിരിക്കുന്നു, 2 ബുൾസ് ഇട്ട് വെച്ചിരിക്കുന്നു, സാധനം റെഡി ആയിരിക്കുന്നു. അത് മറിച്ചിട്ട് കഴിഞ്ഞ് അടിപൊളിയായിട്ട് കഴിക്കും. അതാണ് സംഭവം. ആണോ? ഒന്ന് പോടാ. ഇയാള് ഡാർക്കാണല്ലോ. അതെ, നിങ്ങൾക്ക് ഈ ചായക്കടയും ഭക്ഷണത്തിന്റെ പരിപാടി മാത്രമേ അറിയുള്ളൂ. വേറൊന്നും അറിയില്ലേ? വേറൊരു ചിന്തയില്ലേ? ഫുഡ്
ഫുഡാണ് വലുത്, ഭക്ഷണമാണ് വലുത്. ജീവിതത്തിലെ ഫുഡ് മാത്രമല്ല വേറെ പല കാര്യങ്ങളും ഉണ്ട്. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്ത? നിനക്ക് പടം വരെ അല്ലാതെ വേറെ വല്ലതും അറിയോ? ഇവരെന്നാടാ എനിക്കറിയാലോ. എന്തറിയാം? നിങ്ങൾക്ക് ഫുഡ് അല്ലാതെ വേറെ എന്തെങ്കിലും അറിയാമോ? ബുൾസൈ ചുട്ടുതരാൻ പറ്റിയുണ്ടോ എനിക്ക്? അല്ലെങ്കിൽ ചൂടാ സമ്മതിച്ചോ? നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങൾ മാത്രമല്ലേ പറയുന്നുള്ളൂ, ഇവരാരും പറയുന്നില്ലല്ലോ. അത് ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് കലാബോധം വേണം, കുറച്ച് ഭാവന വേണം. കാര്യമില്ല കേട്ടോ. മനസ്സിലാക്കി വെച്ചിരുന്ന കൊള്ളാം. കലാബോധം ഇല്ലാത്തവൻ ഖജറാവ് കാണാൻ വന്നേക്കും. മലരമ്പൻ തഴുകുന്ന കിളിമകളെ. അതെ നിങ്ങൾ അങ്ങനെ ഡാർക്ക് ആക്കി. ബാഡ് ബാഡ്. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാത്ത എന്താണ്? അവക്ക് കഴിവില്ലെങ്കിൽ ഞാനത് പറയണ്ടേ അവളോട്? ദേടാ ഇതാണ് ഹേമാവതി, ഇവിടുത്തെ ഗ്രാമപ്രമുഖ് ചന്ദ്രവർമ്മ രഘുവംശിയുടെ മകൾ. അതിലും നല്ലത് ഹരിചന്ദ്ര രഘുവംശിയുടെ പെങ്ങൾ എന്ന് പറഞ്ഞിരിക്കും. അവരൊക്കെ ആരാ? ഓ ജി ഹരിചന്ദ്ര രഘുവംശി, इधर का ग्राम प्रधान, वो बहुत खतरा है जी. ഈ പേര് നിനക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ഹരി 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 മുരളീനോ? പറ്റുന്നില്ലല്ലോ. സാധനം നല്ലതാ. അതായത് ഈ ഹരിചന്ദ്രൻ രഘുവംശി ഇല്ലേ, അയാളാണ് ഈ ഗജരാഹുവിന്റെ അപ്പുറത്തൊരു ലോകം ഉള്ളത് കണ്ടേക്കണ ഏക ആൾ. ഈ നാട്ടുകാരുടെ അവസാന വാക്ക്. വലിയ ഭൂസ്വത്തിനോടമ എന്ന് പറഞ്ഞാ ഇവിടുത്തെ മംഗലശ്ശേരി നീലകണ്ഠൻ. ആ നമ്മള് നല്ലതാണെങ്കിൽ. ഒരു കാര്യമില്ല. അല്ലെങ്കിൽ മുണ്ടക്കൽ ശേഖരൻ. പക്ഷേ ഉണ്ടല്ല, ആളെ ഒന്ന് കാണണം. എന്തിന്? വെറുതെ ഒന്ന് കണ്ടോ, തോക്കൊക്കെ ഉണ്ട്. അതിപ്പോ പോലീസുകാരുടെ കയ്യിലില്ലേ? ഒട്ടുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ഹേമാവതിയുടെ ആങ്ങള ഹരിചന്ദ്ര രഘുവംശി, തോക്കൊക്കെ ഉള്ള ആള് ഇതാണ്. എന്റെ അളിയൻ. भैया आ गया? मैं अभी आई. भैया എടാ നിനക്ക് ഇവിടെ തന്നെ വേണോ? ഈ മുതലിനെ കണ്ടിട്ടേ നിന്റെയൊക്കെ ഹണിമൂൺ കലക്കും. ആര് കിടക്കും? സംശയം ഉണ്ടോ വംശി? ബ്രോ എനിക്കൂടെ കുറച്ച് കൈ തേക്കാനല്ലേ? ഇതെന്താ JCBയുടെ കയ്യാ? ഇങ്ങനെ തോണ്ടണം എന്തിനാണ്? എല്ലായിടത്തും ആവണ്ടേ? അതിന് കുളിച്ചാ മതി. കുളിച്ച മണം കിട്ടില്ലല്ലോ. അല്ല അവിടെ ആരുമില്ല. അല്ല അവള് വന്നാലോ? അവര് നിന്നെ കൊന്നാലോ? ഡാർക്ക്. ചായ. അല്ല അവനുള്ളില് വിമലൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഏഞ്ചൽ, ഏ അപ്പച്ചനിപ്പോ എങ്ങനെയുണ്ട്? അപ്പച്ചന് കുഴപ്പമില്ല, ഓക്കെയാണ്. ഹോസ്പിറ്റലൊന്ന് മാറ്റി വെക്കാൻ പാടില്ലായിരുന്നോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അല്ല നിന്റെ തന്തേനെ ഊളംപാറയിലേക്ക് ആക്കിയിരുന്നെങ്കിൽ അയാളുടെ പ്രാന്തിന് കുറവുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ തലക്ക് വെളിവില്ലാണ്ടാവല്ലേ? അയാൾക്ക് പ്രാന്തായി. അതേ വരുന്നു. മച്ചാനെ എങ്ങോട്ടാ? ഗായ്സ് രാത്രി എങ്ങോട്ടാണ്? എന്ത് സീനുണ്ടെന്ന് തോന്നുന്നു അല്ലേ? എടേ അറിയാല. ഇവനിവിടെ കാണാറുണ്ടോ? ഞാൻ ട്രിപ്പിന് വന്ന് അന്ന് കണ്ടതാ, പിന്നെ കണ്ടിട്ടേ ഇല്ല ഇവനെ. ശരി, അവൻ എക്സ്പ്ലോർ ചെയ്യട്ടെ. രാത്രിയും പകലും ആരെടുത്താ പോണത്? ഡാഡാ മോനെ സൂര്യ, നീ എങ്ങോട്ടാ? എങ്ങോട്ടാന്ന്? വെള്ളം എടുക്കാൻ, അല്ലാതെ കൊടർത്ത് എങ്ങോട്ട് പോവാനാ? ഡാ ഞാൻ വെള്ളം നിറച്ചു വെച്ചോളാം. നോക്ക്, ഇതിലൊരു തുള്ളി വെള്ളം ഇല്ലല്ലോ. വെള്ളമില്ലേ? ഉത്തരവാദിത്വം വേണ്ടേ? ഞാൻ അവിടെ വെച്ചു.
यहाँ से पानी भरना मना है। अबे समझा नहीं? जाओ यहाँ से। भैया छोड़ दो ठीक है। हेमावती, आपका नाम क्या है? हेमावती। അമ്പലപ്പുഴേ ഉണ്ണിക്കണ്ണനോടു നീ ഹായ് ചുള്ളനായിണ്ടല്ലോ. ആണാ ലീല എങ്ങനെയുണ്ട് എന്റെ ബ്യൂട്ടിഫുൾ നൈൽസ്? ലീല നിന്റെ അച്ചാമ്മ. നീയായിരുന്ന ഒരു കുടത്തിലെ വെള്ളം ഇവിടെ. ദാ, അപ്പൊ ആ കൊടുത്തില്ലയോ? അതല്ലേ ഇത്. ഇത് അതൊന്നുമല്ല, ആ രഘുവംശിയുടെ പെങ്ങളെ കാണാനുള്ള ഇവന്റെ നമ്പറല്ലേ. എടാ അയാളുടെ ഡബിൾ ബാരൽ ഗണ്ണിലെ ഉണ്ട നിന്റെ നെഞ്ചിലിരിക്കും. എന്നാലേ ആ വെടിയുണ്ട് ഞാൻ നെഞ്ചത്ത് വാങ്ങും. അപ്പൊ നിന്റെ ശവപ്പെട്ടി ഞങ്ങൾ തോളത്ത് വാങ്ങും. കീപ് ഇറ്റ് അപ്പ്.